ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എക്സാം സ്റ്റഡി വ്ളോഗാണ്. അപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ ഓൺ എക്സാം ഒക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിലെയും റിവിഷൻ തുടങ്ങിയാണ്. ആൻഡ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ഓൾറെഡി കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് പേപ്പർ ഇടുന്നുണ്ട്. അപ്പം ഫസ്റ്റിന് ഞാൻ പഠിക്കുന്നത് ഈ ചാപ്റ്റർ എനിക്ക് കുഴപ്പമില്ലാണ്ട് മനസ്സിലായി. അതിലത്തെ സ്റ്റോറി എനിക്ക് കുഴപ്പമില്ലാണ്ട് മനസ്സിലായിന്. അപ്പം ഞാൻ ഒരു ഡയറിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ കൂടുതലും ChatGPTനെ നല്ലോണം ആശ്രയിക്കുന്നുണ്ട്. കാരണം ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ. വേറൊന്നുമല്ല, നമുക്കിപ്പം ഒരു വാക്കിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ ChatGPTനോട് ആ വാക്കും ജസ്റ്റ് സെൻഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും അതുപോലെ മലയാളം മീനിങ്ങും അതുപോലെ അതിന് പകരമായിട്ടുള്ള വേറെ വാക്കുകളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒന്നുകൂടി തോന്നും. ആൻഡ് ഞാൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയത് തന്നെ 9:15 കഴിഞ്ഞപ്പോഴാണ്. ഇത്ര നേരം വൈകിയത് എന്താണെന്ന് വെച്ചാൽ രാത്രി 9:15 കേട്ടോ. നേരം വൈകിയത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫ്രഷായി കഴിഞ്ഞു. പക്ഷേ ഞാനൊരു 6 മണിയാകുമ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ചായ കുടിച്ചൊക്കെ വന്നപ്പോഴത്തേനും അത് 6:30 ഇപ്പം ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ ക്ലിപ്സ് ഈ ഭാഗത്ത് കുറവാണ്. അപ്പം ഞാനിതെല്ലാം വേണ്ടി പറയാൻ വേണ്ടിയാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞത്. പിന്നെ ആണെങ്കിൽ എൻ്റെ റൂം ഭയങ്കര മെസ്സായി കിടക്കിനി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും ടൈം എത്രയായി. പിന്നെ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഓൺ എക്സാം ആയല്ലോ. അപ്പം എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ എക്സാമൊക്കെ കിട്ടുന്നത്. സാധാ ക്ലാസ് ടെസ്റ്റ് പോലെയല്ല, ഈ എക്സാമിന് മാർക്ക് പറഞ്ഞാൽ ഇമ്പോസിഷനും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. ആൻഡ് ഇപ്പോൾ സമയം 9:30 ആൻഡ് ഫുഡ് കഴിക്കാനും കൂടിയായി. അപ്പം ഞാൻ എന്തായാലും ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഏകദേശം 10 മണിയാവാനായി. എനിക്കിപ്പം തലവേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നല്ല ടയേർഡുമാണ്. എന്നാൽ ഞാൻ കുറച്ചേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബാക്കി പഠിക്കാനിരുന്നു. ഈയിടെയായിട്ടാണെങ്കിൽ എൻ്റെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഒട്ടും ശരിയല്ല. ഞാനൊരു 10:30 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും. അതുപോലെ തന്നെ 5 മണിയാകുമ്പോൾ ഞാൻ എന്തായാലും എണീക്കലുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു ശീലമാണ്. അപ്പം സമയം ഇപ്പം എന്തായാലും 10:15 ഞാൻ ഇനിയും ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ തലവേദന കൂടും. അപ്പോൾ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു. 5 മണിക്കുള്ള അലാറമൊക്കെ വെച്ചു. പിന്നെ സാധാരണ നമ്മളൊരു 8 to 10 മണിക്കൂർ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. അപ്പം എനിക്ക് 5 മണിക്ക് എണീക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ ഉറങ്ങണം. ഇപ്പം ഞാൻ 10:15 കിടന്നാലൊരു ഏകദേശം 10:30 ആവുമല്ലോ നമ്മൾ ഉറങ്ങി വരുമ്പോഴത്തേനും. അപ്പം ഒരു 6.25 മണിക്കൂറൊക്കെ നമുക്ക് സ്ലീപ്പിംഗ് കിട്ടുള്ളൂ. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അലാറമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പോയി ഉറങ്ങി. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 5 മണിക്ക് അലാറം വെച്ചാലും എണീച്ച് വരുമ്പോഴത്തേനും 5:15 അതുപോലെ ഫ്രഷായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കളിച്ച് വരുമ്പോഴത്തേനും പഠിക്കാനിരിക്കുമ്പോഴത്തേനും എന്തായാലും ഒരു 6 മണിയൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ 5 മണിയായപ്പോൾ അലാറം വെച്ചത്. എന്നാലും ഒരു 5:15 ആകുമ്പോഴേ എണീക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇത് എക്സാം ഡേൻ്റെ അന്നത്തെ മോർണിംഗാണ്, മീൻസ് പിറ്റേ ദിവസം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ടൈമറൊക്കെ വെച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്. ഞാനെന്ന് വെച്ചാൽ എഴുതി പഠിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടാണ് ഞാൻ പഠിക്കുക. എന്നാലും എനിക്ക് തല കയറും. മീൻസ് ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതുമ്പോഴെങ്കിൽ ഞാൻ എഴുതിയ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ ചെറുതായിട്ട് ആ പോർഷനൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്ന പോലെ. അങ്ങനെ എന്തായാലും ഞാൻ 7 മണി വരെ പഠിച്ചു. മീൻസ് 6 മണി മുതൽ 7 മണി വരെ. എനിക്കിപ്പം ഇന്ന് SPCൻ്റെ യൂണിഫോമാണ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് അയൺ ചെയ്യണം. അതുപോലെ ടൈം ടേബിളൊക്കെ നോക്കി വെക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി SPCൻ്റെ യൂണിഫോമൊക്കെ മാറ്റി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടാട്ടോ പഠിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനൊക്കെ 8:30 കഴിഞ്ഞു. എനിക്ക് 8:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം ഞാൻ വീണ്ടും കുറച്ച് നേരം പഠിച്ചതിന് ശേഷം 8:40 ആവാനായപ്പോൾ ഞാൻ പിന്നെ നിർത്തി. കാരണം എനിക്ക് ടൈം ടേബിൾ നോക്കാണ്ട്, അതുപോലെ SPCൻ്റെ ബൂട്ടൊക്കെ കെട്ടാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ നിർത്തി. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റും ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.